ഹലോ, അപ്പോൾ ഒരു നാടൻ സ്റ്റൈൽ അതും വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറിയാണോ നിങ്ങൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും പൊടികൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടികളും സവാളയും കൂടി നമ്മൾ ചിക്കനിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും മാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർക്കാൻ പോവാണേ. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി വരുമ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. പിന്നെ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ടൈമൊന്നും വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട്. തക്കാളി ഇതാ നല്ലോണം വഴണ്ട് വന്നാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും സവാളയും പൊടികളൊക്കെ ചേർത്ത് വെച്ചില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇത് ഏകദേശം ഈ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നാൽ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടിയും തൂക്കി കൊടുത്താൽ നമ്മളെ നാടൻ സ്റ്റൈലിലുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.